കിടക്കുകയാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, മറിച്ച് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ഇപ്പം ഇവിടെയാണ് ദൈവരാജ്യത്തിൻ്റെയും ദൈവനീതിയുടെയും കാര്യം പറയുന്നത്. ഫരിസേയരും നിയമജ്ഞരും വിചാരിക്കാൻ പോകുന്നത് ഈ യേശുവിൻ്റെ ഇത്രയും ലിബറലിസം എന്ന് പറഞ്ഞാൽ യേശു പാപികളുടെ അടുത്ത് പോകുന്നു, പാപികളുമായിട്ട് ചങ്ങാത്തം കൂട്ടുന്നു, പാപികളുടെ വീട്ടിൽ പോകുന്നു, ഇതൊക്കെ കാണുമ്പോൾ മറ്റൊരു വിചാരിക്കും ഈ നിയമം പ്രവാചകന്മാരെയും യേശു ബഹുമാനിക്കുന്നില്ലെന്നോ ആദരിക്കുന്നില്ലെന്നോ അത് വേണ്ടെന്ന് വയ്ക്കാൻ. അങ്ങനെയൊന്നുമല്ല. നിയമവും പ്രവാചകന്മാരെയും പൂർത്തിയാക്കപ്പെടുന്നത് യേശുവിലൂടെയാണ്. നിയമം പഠിച്ചതുകൊണ്ടോ പ്രവാചക ഗ്രന്ഥം മുഴുവനും ബൈഹാർട്ടാക്കിയത് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരണം ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ അർത്ഥം. യേശുവിലൂടെയാണ് പൂർണ്ണത വരുന്നത്. ഇനി ശ്രദ്ധിക്കണം, ഒരു 5 മിനിറ്റ് ഞാൻ എടുക്കാൻ പോവുകയാണ്. പ്രാർത്ഥന നിങ്ങളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ നമുക്കിന്ന് സിലബസ് കംപ്ലീറ്റ് ആവില്ല. അടുത്ത വചനം പറയാണ്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും. അപ്പം ഇവര് ഫരിസേയരും നിയമജ്ഞരും ഈ നിയമത്തിന് വള്ളിയോ പുള്ളിയോ മാറ്റാതെ അനുസരിക്കണം, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ. അതുകൊണ്ടാണ് ഈശോ ആ പ്രയോഗം തന്നെ ഉപയോഗിക്കുന്നത്. വള്ളിയോ പുള്ളിയോ മാറ്റൂല, മാറില്ല, ഞാനത് മാറ്റില്ല. ആകാശവും ഭൂമിയും മാറും, എന്നാലും നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറില്ല. ഇതൊരു പ്രിലൂഡാണ്, ഇതൊരു പ്രിഫേസാണ് ഈ വരാനിരിക്കണതിൻ്റെ. ഇനി ഇതിന് ശേഷം പറയണതിനെ ശ്രദ്ധിച്ച് പഠിക്കണം, വളരെ ശ്രദ്ധിക്കണമെന്ന് കൈവീശി കാണിച്ച് കേട്ടോ. ഈ കുഞ്ഞു മക്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രയാസപ്പെടണ്ട കേട്ടോ, ഒരു 5-6 വർഷം കഴിയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് വിഷമിക്കണ്ട, കേട്ടോളൂ. ഈ പ്രമാണങ്ങളിൽ എല്ലാവരും നേരിട്ട് പറഞ്ഞ്, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഒന്നുകൂടി വായിച്ചേ. ഇപ്പം നിങ്ങൾ ഒന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അതിനെ ഇപ്പം ക്യാൻസലാക്ക്. ഇതൊരു ന്യൂട്രലായിട്ട് കേൾക്ക്. ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ചുമ്മാ പുതിയ ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ കേൾക്കണം. ഓക്കെ, ഒന്നുകൂടി. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഇനി ഞാനിതിനെ വിവരിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ആദ്യത്തെ പോയിന്റ്, പ്രമാണങ്ങൾ ലംഘിക്കുകയോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രമാണങ്ങൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അർത്ഥം? അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വേറൊരു വാക്ക് പറയാമോ? പ്രമാണങ്ങൾ പാലിക്കാത്ത അവസ്ഥയെ വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുക? നിങ്ങളും ഉണ്ടായിരിക്കും. സിസ്റ്റർമാർ പറഞ്ഞ് ഒറ്റ വാക്ക്, പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല എന്നാൽ എന്താ അർത്ഥം? പാപം ചെയ്യുന്നു എന്നർത്ഥം, ഇല്ലേ? ക്ലിയർ. പ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. എല്ലാവരും ക്ലിയർ അല്ലേ? പാപം എന്നാൽ എന്താണ്? പ്രമാണങ്ങളുടെ ലംഘനം.
അപ്പോൾ ഈ 10 പ്രമാണങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയണത്. ആ 10 പ്രമാണങ്ങളിൽ ഏതെങ്കിലും ചെറിയ ഒന്ന് അനുസരിക്കാതിരുന്നാൽ പാപമാണ്. ആണോ അല്ലയോ? ആണ്. അപ്പോൾ ഫരിസേയരുടെ നിയമപ്രകാരം അവനെ ശിക്ഷിക്കണം. ഇനി അടുത്ത് പറയാണ്, ഇനി ആ മഹാൻ വേറെ എന്തുകൂടി ചെയ്യാണ്? മറ്റുള്ളവരെ അനുസരിക്കാതിരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അടുത്ത വാക്ക് എന്താ പറയുന്നത്? അവൻ 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 സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഇവിടുത്തെ പോയിന്റ് ഇതാണ്. അവൻ സ്വർഗരാജ്യത്തിൽ എങ്ങനെ കയറി? അവൻ ഇവരുടെ കണക്കനുസരിച്ച് അവൻ പാപിയല്ലേ, അവനൊരു പാപിയല്ലേ. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ് അവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. അത് നിൽക്കട്ടെ, അവൻ എങ്ങനെ കയറി സ്വർഗരാജ്യത്തിൽ? എങ്ങനെ കയറി? എങ്ങനെ കയറി അവൻ? നിങ്ങൾ പറഞ്ഞോ, എനിക്ക് കൃത്യമായിട്ട് ഉത്തരവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ എന്തോ പറയാം, അവിടെ മിഡിൽ. അവൻ എങ്ങനെ സ്വർഗരാജ്യത്തിൽ കയറി? കറക്റ്റ് ഉത്തരം ഇതാണ്, യേശുക്രിസ്തുവിലൂടെ. യേശുക്രിസ്തുവിലൂടെ. യേശുക്രിസ്തു എന്തിനാ വന്നിരിക്കുന്നത്? പാപികളെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവൻ യേശുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഇതാണ് ആ വചനത്തിലെ ഭയങ്കര രഹസ്യം. ദൈവരാജ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ ദൈവരാജ്യത്തിൽ കയറിയിരിക്കണം. ഇവിടെ ഇവനാര് കയറ്റി? യേശുക്രിസ്തു. അവൻ പാപിയാണ്, അവൻ പ്രമാണം അനുസരിക്കുന്നില്ല. പ്രമാണം അനുസരിക്കാതിരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. പക്ഷേ അവൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഇത് ഇപ്പം മുഴുവനും മനസ്സിലാവില്ല കേട്ടോ, ഇത് കംപ്ലീറ്റ് ആകട്ടെ. അടുത്ത വചനം നോക്കിയേ, ഇതിന് നേരെ വിപരീതമാണ്. വേറൊരുവൻ പ്രമാണങ്ങൾ അനുസരിക്കുകയും അതനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കണ്ടോ, അവനും സ്വർഗരാജ്യത്തിൽ. എന്തുകൊണ്ട് അവൻ സ്വർഗരാജ്യത്തിൽ കയറി? അവനും യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരുത്തൻ യേശുവിൽ വിശ്വസിക്കുകയും ഈ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നതിലൂടെ അവൻ. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ടുപേരും സ്വർഗരാജ്യത്തിൽ കയറിയത്? പ്രമാണങ്ങൾ പാലിക്കുന്നതിലൂടെയാണോ പാലിക്കാത്തതിലൂടെയാണോ അതോ യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണോ? പ്രൈസ് ദി ലോർഡ്. കോമൺ ഫാക്ടർ എന്താണ്? യേശുവിലുള്ള വിശ്വാസം. പക്ഷേ രണ്ടുപേരും സ്വർഗരാജ്യത്തിൽ കയറി. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, ചെറിയവനും വലിയവൻ. പക്ഷേ ഈ ചെറിയവനും വലിയവനും എന്നുള്ള അവസ്ഥ സ്വർഗരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലുള്ള അവസ്ഥയാണ്. ഈ ജീവിതത്തിൽ ഇവിടെ നമ്മളിപ്പോൾ സ്വർഗരാജ്യത്തിലാണ് നമ്മളെല്ലാവരും. എന്തുകൊണ്ട്? നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. എന്നാൽ നമ്മളിൽ ചിലർക്ക് പാപത്തിൻ്റെ ഭയങ്കര ബലഹീനതകളൊന്നും നമ്മളെ വിട്ടു പോകുന്നില്ല. അതേസമയത്ത് വേറെ ആൾക്കാർ ഭയങ്കര വിശുദ്ധരാണ്. പക്ഷെ രണ്ടുപേരും യേശുക്രിസ്തുവിലൂടെയാണ് സ്വർഗരാജ്യത്തിൽ. പക്ഷെ ഇവിടെ അവർ ചെറിയവരും വലിയവരുമാണെങ്കിലും മരിച്ചു കഴിഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ നിത്യതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെയോ, സീറോ മലബാർ കുർബാനയിലൊരു പാട്ടുണ്ട്,
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃഗരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ നിത്യതയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെറിയവരും വലിയവരും ഒന്നും വ്യത്യാസമില്ല, പക്ഷപാതമില്ല. പക്ഷെ ഇവിടെ ഉണ്ട്. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് അടുത്ത വചനം. ഇതെല്ലാം പറയണത് എന്തിനാന്നുള്ളതാണ് അടുത്ത വചനം. ശ്രദ്ധിക്കണേ. എന്നിട്ട് നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. ഇപ്പൊ ആദ്യം പറഞ്ഞ രണ്ട് കേസുകളും അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച കേസാണ്, ഇല്ലേ? ഇപ്പൊ മൂന്നാമത്തെ ഒരു കാര്യം, എന്നവസ്ഥയിലാണ് ഒരാൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തത്? ആ അവസ്ഥയാണ് കൂടുതൽ അപകടം. അതേതവസ്ഥയാണ്? ഫരിസേയരോടും പറയാണ്, നിങ്ങളുടെ നീതി, അല്ലെങ്കിൽ ജനറലായിട്ട് പറയാണ്, നിങ്ങളുടെ നീതി ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതി പോലെയാണെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. എന്താണ് അതിൻ്റെ പ്രശ്നം? വിശ്വാസമില്ലായ്മ. എന്തിൽ വിശ്വാസമില്ലായ്മ? പ്രൈസ് ദി ലോർഡ്. ഒരു കയ്യടി കൊടുത്തേ പിള്ളേർക്ക്. അപ്പോൾ വാട്ട് ഈസ് ദ സെൻട്രൽ പോയിന്റ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരുവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അവൻ പാപിയായിരിക്കാം. അതാണ് സ്നാപകയോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചവർ പാപികളും ചുങ്കക്കാരും ദൈവനീതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തുള്ളിച്ചാടി ഓടിയത്. തുള്ളിച്ചാടി. ഫരിസേയരും നിയമജ്ഞരും പെറുപുറത്ത് കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ദൈവനീതി എന്ന് പറയുന്നതിൻ്റെ വലിയ ഒരു ന്യൂക്ലിയസ് മാതിരി, ഒരു ഗിസ്റ്റ് മാതിരി ഇവിടെ തന്നിരിക്കുകയാണ്. ഇതാണ് ദൈവനീതി. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിപ്പിക്കുന്ന ഒരു നീതിയായിരിക്കണം. അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു നീതിയായിരിക്കണം. അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പോലുമില്ല. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, എനിക്കുണ്ടായ വലിയ ഒരു കണ്ടെത്തൽ, ഞാൻ ഇത്രയും വർഷം സുവിശേഷം പ്രഘോഷിച്ചിട്ടും ഈ ഒരു 3-4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലായത്. ഐ കൺഫസ് ദാറ്റ്. നമ്മൾ അന്നും വിശുദ്ധീകരണ ധ്യാനവും കൃപയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 10 പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചാലേ നമ്മൾ നീതീകരിക്കപ്പെടും എന്നുള്ള ഒരവസ്ഥയായിരുന്നു. പക്ഷേ അതല്ല ദൈവനീതി. പ്രമാണങ്ങൾ റദ്ദാക്കാനല്ല, പക്ഷേ പ്രമാണങ്ങൾ പാലിക്കുന്നതിലൂടെ അല്ല ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. അപ്പൊ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യേശുക്രിസ്തു അവന്റെ പാപത്തിന് പരിഹാരം ചെയ്യുകയും യേശുക്രിസ്തു അവനിൽ തന്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയും യേശുക്രിസ്തുവിന്റെ വിശുദ്ധി അവനിൽ ഒഴുകുകയും യേശുക്രിസ്തുവിന്റെ കൃപാവരം കൊണ്ട് അവൻ നിറയുകയും ആ ദൈവികത അവനിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവനിനി പാപം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവനെ കർത്താവ് മാറ്റും, ദൈവനീതി മാറ്റും. അങ്ങനെ നമ്മളിൽ വിശുദ്ധി ശക്തമാകും. ഞാനിത് പെട്ടെന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു പേടിയായോ, പ്രമാണങ്ങൾ അനുസരിക്കാതിരുന്നാൽ എന്താ സംഭവിക്കും? വിഷമിക്കണ്ട.
പ്രമാണങ്ങൾ അനുസരിക്കപ്പെടും. എങ്ങനെ അനുസരിക്കപ്പെടും? നമ്മുടെ ശക്തിയിലൂടെ അല്ല, കർത്താവ് ഈശോ മിശിഹ നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ. എന്ത് വേണം? പരിശുദ്ധാത്മാവായ ദൈവ സഹായകൻ നമ്മളെ പ്രമാണങ്ങൾ അനുസരിക്കാൻ സഹായിക്കണോ, അതോ നമ്മുടെ മസിൽ പവർ കൊണ്ട് പ്രമാണങ്ങൾ അനുസരിക്കണോ? പരിശുദ്ധാത്മാവിലൂടെ. അപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനിൽ യേശു സഹായിക്കുന്നു, യേശു അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു, യേശു അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അതാണ് ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത്. പ്രമാണങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടാവില്ല. നമ്മൾ പേടിച്ചിട്ട് പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണോ, പക്ഷേ രൂപാന്തരീകരണം ഉണ്ടാവില്ല. സോറി, നമുക്കിവിടെ നിർത്താം. ഇനി നമ്മൾ ഇന്ന് നമുക്കൊരു നിമിഷം കണ്ണടച്ച് കർത്താവേ നന്ദി പറയണം. കർത്താവേ, ഈ ആശയത്തിലേക്ക് ഇനി നമ്മളിന്ന് വളരെ മനോഹരമായ ചില കാര്യങ്ങളാണ് ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ദാഹിക്കുക. നിങ്ങൾ അല്പം പോലും ഈ ക്ലാസ്സിൻ്റെ ആ ആശയങ്ങൾ വിട്ട് വേറെ ഒരുപാട് പോകരുത്. ഓണമാണ്, എന്നിരുന്നാലും നിങ്ങൾ വളരെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അത്യാവശ്യം ഓണത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടിവരാണെങ്കിൽ പങ്കെടുക്കുക. പക്ഷേ ബി വിത്ത് ദ ലോർഡ്, കംപ്ലീറ്റ്ലി ഈ ത്രെഡ് വിടാണ്ട് സൂക്ഷിക്കുക. നമുക്ക് മധ്യാഹ്ന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം.